ചൈന ഇന്ത്യയുടെ അടുത്ത് അടുത്ത അഭ്യാസമായിട്ട് കളം പിടിച്ചിട്ടുണ്ട്. ചൈന ഇന്ത്യയിലേക്കുള്ള അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഇറക്കുമതി പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് കാർഷിക മേഖലയിൽ ആവശ്യമായ ഫെർട്ടിലൈസേഴ്സിന്റെ ഇറക്കുമതിയാണ് ചൈന നിർത്തിവച്ചിരിക്കുന്നത്. ചൈന ഈ അടുത്താണ് ഇന്ത്യയുടെ ഓട്ടോമൊബൈൽസ് മുതൽ ഡിഫൻസ് മേഖലയിൽ വരെ വളരെ നിർണായകമായി ഉപയോഗിച്ചു പോരുന്ന റയർ എർത്ത് എലമെന്റ്സിൽ ചൈന പിടിമുറുക്കിയത്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധത്തിലായിരുന്നു ചൈന റയർ എർത്ത് എലമെന്റ്സിന്റെ ഇറക്കുമതി നിയന്ത്രണം കൊണ്ടുവന്നത്. എന്നാൽ ഇന്ത്യയിലെ ഓട്ടോമൊബൈൽസ് ഇൻഡസ്ട്രി അടക്കം വലിയ രീതിയിൽ അത് ബാധിച്ചിരുന്നു. ഈ സമയത്താണ് ചൈന ഇന്ത്യയിലേക്കുള്ള ഫെർട്ടിലൈസേഴ്സിന്റെ ഇറക്കുമതിയിൽ പിടിപിടിച്ചിരിക്കുന്നത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ചൈനയുടെ ഈ പ്രശ്നം. ചൈനയും ഇന്ത്യയും അതിർത്തിയിൽ നല്ല സ്ഥലത്തിലായിരുന്നില്ല. അതേസമയം പാകിസ്ഥാനുമായുള്ള ചൈനയുടെ കൂട്ട് മെച്ചപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷമായുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ മാറ്റമാണ് ചൈന ഫെർട്ടിലൈസേഴ്സിന്റെ ഇറക്കുമതിയിലും കാണിച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് നല്ലപോലെ അറിയാം നമ്മുടെ ഇന്ത്യയിലെ കാർഷിക മേഖല പ്രധാനമായും ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി ആശ്രയിക്കുന്നത് ചൈനയെ പോലുള്ള രാജ്യത്തെയാണെന്ന്. ഇന്ത്യയുടെ ഫെർട്ടിലൈസേഴ്സ് ഇറക്കുമതിയുടെ ഭൂരിഭാഗം വരുന്നത് ചൈനയിൽ നിന്നുമാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വെജിറ്റബിൾസ് ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ക്രോപ്സ് ആയിക്കോട്ടെ, ഇവയ്ക്കെല്ലാം വളരെ നിർണായകമായ തോതിൽ ഫെർട്ടിലൈസേഴ്സിന്റെ ആവശ്യം ഇന്ത്യയിൽ ഉണ്ട് താനും. ചൈനയും ഇന്ത്യയുമായി ഫ്രൂട്ട്സ് വെജിറ്റബിൾ കയറ്റുമതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചൈന വെജിറ്റബിളും ഫ്രൂട്ട്സിൻ്റെയും പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ലാർജസ്റ്റ് എക്സ്പോർട്ടറും ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് സ്ഥാനവുമാണ് പിടിച്ചിരിക്കുന്നത്. ചൈനയുടെ ഇന്റർനാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹോങ്കോങ്, ജപ്പാൻ, US എന്നീ രാജ്യങ്ങളിൽ ഒതുങ്ങിക്കൂടുമ്പോൾ എന്നാൽ ഇന്ത്യക്ക് ബംഗ്ലാദേശ്, UAE, നെതർലൻഡ്സ്, നേപ്പാൾ, മലേഷ്യ, ഇറാഖ്, UK, ശ്രീലങ്ക, ഇറാൻ, ഒമാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്ക് വിന്യസിക്കപ്പെട്ടിരിക്കുന്ന മാർക്കറ്റാണ് ഇന്ത്യയുടേത്. ഇന്ത്യയും ചൈനയും അവരുടെ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് ആക്സസ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്, ഫ്ലെക്സിബിളുമാണ്. അത് ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളുമായുള്ള മികച്ച നയതന്ത്ര ബന്ധവും തുറന്ന സമ്പദ് വ്യവസ്ഥയുമാണ് അതിനുള്ള കാരണം. ചൈനയുടെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം അത്ര സുഗമമല്ല. അതുകൊണ്ട് തന്നെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയും ഒറ്റപ്പെട്ടാണ് കിടക്കുന്നത്. ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തണമെങ്കിൽ പഴങ്ങളായാലും പച്ചക്കറി ആയാലും അവ ഉൽപ്പാദിപ്പിക്കാനുള്ള ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യക്ക് ആവശ്യമാണ്. ചൈന ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യക്ക് തന്നില്ലെങ്കിൽ ഇന്ത്യക്ക് ഉൽപ്പാദിപ്പിക്കാനും പറ്റില്ല, അന്തർദേശീയ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാനും സാധിക്കില്ല. അത് ചൈനയ്ക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ കത്തിവെച്ചിരിക്കുകയാണ് ചൈന. കഴിഞ്ഞ 5 വർഷമായുള്ള ഇന്ത്യ ചൈന ബന്ധം വഷളായതും ചൈന പാകിസ്ഥാനുമായി കൂട്ടുകൂടിയതുമെല്ലാം ജിയോ പൊളിറ്റിക്കലി ഇന്ത്യക്ക് വേണ്ട സാധനങ്ങൾ ഇനിയും തരാതിരിക്കാൻ ചൈന ശ്രമിക്കുന്നതായിരിക്കും. ഇന്ത്യ ചൈനയെ ആശ്രയിക്കുന്നത് കൊണ്ട് ഇന്ത്യ പെട്ടുപോകുമെന്നായിരിക്കും ചൈന ധരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നേരത്തെ പറഞ്ഞതുപോലെ തുറന്ന എക്കണോമി ആയതുകൊണ്ടും ഇന്നിപ്പോൾ ഒരു സാധനം വേറൊരു രാജ്യം തന്നില്ലെങ്കിലും അത് തരാൻ വേറൊരു രാജ്യം തയ്യാറാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്ക ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന് വാതിലടച്ചപ്പോൾ ബ്രിട്ടനുമായി ഇന്ത്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന് പോയി. ഇനി ഇന്ത്യക്ക് അതിനെക്കുറിച്ചാണെങ്കിലും ഇന്ത്യ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ത്യ ഇറാഖ്, സൗദി, റഷ്യ, UAE ഇവിടെ നിന്നൊക്കെ എണ്ണ വാങ്ങുന്നുമുണ്ട്. ഇസ്രായേൽ ഇറാഖ് സംഘർഷം ഉണ്ടായപ്പോഴും ഇറാനിൽ സാങ്ഷൻ US ഇട്ടുകൊടുത്തിരുന്ന സാഹചര്യത്തിലും ഈ പറയുന്ന ചൈന പേടിച്ചു പോരും നാം കണ്ടതാണ്. എന്നാൽ ഇന്ത്യക്ക് ഇന്ന് ഏത് രാജ്യത്തു നിന്നും വാങ്ങാനുള്ള കെൽപ്പും പ്രാപ്തിയും ഇന്ന് ഇന്ത്യക്ക് ഉണ്ട് താനും. ചൈനയിൽ നിന്നും വാങ്ങുന്ന പ്രധാന ഫെർട്ടിലൈസേഴ്സ് ആണ് യൂറിയ, ഡയോമോണിയം ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് തുടങ്ങിയവ. എന്നാൽ ഇന്ത്യ ചൈനയുടെ ചതി നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നത് കൊണ്ടും ഇത്തരം ഫെർട്ടിലൈസേഴ്സ് തരാൻ പറ്റുന്ന രാജ്യങ്ങളുമായി ഇന്ത്യ മുന്നേ കരാറിൽ ഏർപ്പെട്ടിരുന്നു. അത്തരം രാജ്യങ്ങളേതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ജോർദാൻ, സൗദി അറേബ്യയുമായി ഫോസ്ഫറിക് ആസിഡ്, ഡയോമോണിയം ഫോസ്ഫേറ്റുമായി ഇന്ത്യ ധാരണയായിരുന്നു. ഇനി യൂറിയ അതും ഡിസ്കൗണ്ടഡ് വിലയിൽ കിട്ടണമെങ്കിൽ അത് റഷ്യയിൽ നമുക്ക് തരുന്നുണ്ട്. ഒമാനും ഖത്തറും യൂറിയ, അമോണിയ തരുന്നതിൽ ധാരണയായി. ഇസ്രായേൽ ജോർദാനിൽ നിന്നും ചെറിയ അളവിൽ പൊട്ടാഷ് നമുക്ക് ലഭിക്കും. ഇനി കൂടുതൽ അളവിൽ ആവശ്യമുണ്ടെങ്കിൽ കാനഡ, ബെലാറസിൽ നിന്ന് പൊട്ടാഷ് കൂടുതൽ അളവിൽ എടുക്കാനും സാധിക്കും. ചൈന ഇന്ത്യയുടെ ആഗോള വിപണിയിൽ പണിയുമായി വന്നാൽ ഇന്ത്യക്ക് ഇത്തരം ഫെർട്ടിലൈസേഴ്സ് കിട്ടുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. അത് ഇന്ത്യയുടെ തുറന്ന സമ്പദ് വ്യവസ്ഥയും നയതന്ത്ര ഇടപെടലും കൊണ്ടാണ്. ഇന്ത്യയുടെ ഫെർട്ടിലൈസേഴ്സിന്റെ ആവശ്യത്തിന്റെ 80% ചൈനയിൽ നിന്ന് ആയിരുന്നു ഇന്ത്യ വാങ്ങിയിരുന്നത്. എന്നാൽ ഇന്ത്യക്ക് സാധനം തരാൻ ഇവിടെ ആളുള്ളത് കൊണ്ട് തന്നെ ചൈനക്കാണ് 80% കയറ്റുമതി നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വേല ഇന്ത്യയുടെ കാര്യത്തിൽ ചെലവാകുമെന്ന് ചൈന വിചാരിച്ചിരിക്കേണ്ട.
എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കും.